നാടകം മൊത്തത്തിൽ കളറായിരുന്നു. ഒരുപാട് ഇടങ്ങളിൽ ഈ പറയുന്നത് പോലെ എന്താണ് ഗ്രാമങ്ങളും നഗരങ്ങളും അങ്ങനെ വ്യത്യാസമില്ലാതെ ശരിക്കും അമ്പാടിയായി മാറുകയായിരുന്നു നമ്മുടെ നിരത്തുകളെല്ലാം. അതെ, കുഞ്ഞുങ്ങളൊക്കെ കൃഷ്ണനായും രാധയായിട്ടും ഒക്കെ വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് ഘോഷയാത്ര ഇന്ന് സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. ചിരി തൂകി കളിയാടി ഉണ്ണിക്കണ്ണന്മാർ, മഞ്ഞ ചേലയുടുത്ത് മയിൽപ്പീലി ചൂടി ചുറ്റും ഗോപികമാർ. കൃഷ്ണനൊപ്പം തോഴിമാരും കുചേലന്മാരും വേഷമിട്ടപ്പോൾ നാട് വൃന്ദാവനമായി. തിരുവനന്തപുരത്ത് പാളയം മുതൽ പഴവങ്ങാടി വരെയായിരുന്നു ശോഭായാത്ര. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഉപശോഭായാത്രകൾ പാളയം ഗണപതി ക്ഷേത്രത്തിൽ സംഗമിച്ച ശേഷമാണ് മഹാശോഭായാത്ര തുടങ്ങിയത്. വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കി. തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി നടന്ന ഘോഷയാത്ര കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശോഭായാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ ശോഭായാത്ര മുതലക്കുളം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ സമാപിച്ചു. കൊച്ചിയിൽ ടൗൺ ഹാളിൽ നിന്ന് ആരംഭിച്ച യാത്ര എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ സമാപിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും ഉണ്ണിയപ്പം വിതരണവും ഉറിയടിയും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.